ഹലോ, ലൈഫ് വിത്ത് മോളി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് പഴശ്ശി പാർക്കിലാണ്. മാനന്തവാടിയാണ്, എൻ്റെ വീടിൻ്റെ അടുത്താണ്. എന്നാലും ഞങ്ങൾ അങ്ങനെ വരത്തില്ല. എന്നാലും നമുക്ക് ഒരുപാട് കാണാനൊന്നുമില്ല. എന്നാലും നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ അടുത്ത് തന്നെ ഞാൻ പഠിച്ച സ്കൂളൊക്കെയാണ്. നമുക്ക് ഒന്ന് പരിചയപ്പെടാം. നമുക്കൊന്ന് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങാം. ഇതിനകത്തേക്ക് അവിടത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഞാൻ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ്. ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് 40 രൂപയാണ്. ഇവിടെ നമ്മൾ കൊടുക്കണം ടിക്കറ്റ്. നമ്മൾ ഇതൊക്കെ കാണാനായിട്ട് പുതിയതായിട്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ചെടികളുണ്ട്. നിറച്ച് ബോഗൺവില്ലയാണ്. ബോഗൺവില്ല ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഇവിടെ ഇരിക്കാനും നല്ല സൗകര്യമാണ്, നല്ല കാറ്റാണ്. അതായത് ബാമ്പുവിൻ്റെ ചോട്ടിലാണ്, ഇല്ലിൻ്റെ ചോട്ടിലാണ് നമ്മൾ. പിന്നെ ഇതൊക്കെ നമുക്ക് കാണേണ്ട ഒരു ഏരിയയാണ്. നല്ല വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ഇവിടെ എല്ലാ കുട്ടികളും ഒക്കെ ടൂറിസ്റ്റുകാരൊക്കെ അധികം വരും വന്നിരിക്കാനും. പിന്നെ നമ്മുടെ ഇതിൻ്റെ പുറകിലുള്ളത് പുഴയാണ്, കബിനി പുഴയാണ്. കബിനി പുഴേൻ്റെ ഒരു ഭാഗമാണ് ഇതിൽ പോകുന്നത്. പിന്നെ ഇതൊക്കെ ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യമാണ്. കോളേജ് സ്റ്റുഡൻസൊക്കെ വന്നിട്ട് ഇവിടെ കേക്ക് മുറിക്കൽ, അവരെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഇവിടെ വെച്ചാണ് നടത്തുന്നത്. അങ്ങനെ അത് അങ്ങോട്ടൊക്കെ പുഴയാണ്. അതൊക്കെ പുഴയാണ്, അവിടെ പുഴയാണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള വലിയ കളിക്കുന്നതൊക്കെ ആയി വരുന്നേ ഉള്ളൂ ഇവിടെ. പിന്നെ ഇതൊക്കെ ചെടികളൊക്കെ നന്നായി പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഊഞ്ഞാൽ, പിന്നെ നമുക്ക് കാണാവുന്നതാണ് വെള്ളം. ഇവിടെ ഊഞ്ഞാലിൽ ആടാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഇവിടെ. കുട്ടികളുടെ ചെറിയൊരു പാർക്കാണ്, അത്ര വലുതൊന്നുമല്ല, ചെറിയൊരു പാർക്ക്. പിന്നെ കുട്ടികൾ ഇതാണ് നമ്മുടെ മാനന്തവാടിയുള്ള പഴശ്ശി പാർക്ക് എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ കുറച്ചും കൂടെ ഒരുപാട് പുരോഗമനം വരാനുണ്ട്. കെട്ടിടങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്, ഇനിയുണ്ട്. പിന്നെ ഇതിൽ വെള്ളച്ചാട്ടമാണ്. ഇവിടെ ചെറിയൊരു കടയുണ്ട്. എല്ലാവരും വന്ന് നിൽക്കുമ്പോൾ ജ്യൂസ് കുടിക്കാനും ഇതൊക്കെ വൈകിട്ട് ഈവനിങ്ങിന് വരുമ്പോൾ ചെറിയൊരു കടയാണ്. വെള്ളം ഇങ്ങനെ വീഴുന്ന ശബ്ദം കേട്ടോ. ഇതിൻ്റെ പുറകിൽ പുഴയാണ്. ഇവിടെ ബോട്ട് പോകും. പക്ഷേ ഇപ്പം ബോട്ട് കയറ്റിയിട്ടിരിക്കുക, മഴയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. നല്ല വെള്ളമാണ് ഇവിടെ കേട്ടോ, ഭയങ്കര വെള്ളമാണ്. ഇപ്പം അങ്ങനെ അധികം നല്ല ഒഴുക്കാണ്, അതുകൊണ്ട് ബോട്ടിൻ്റെ ഇഷ്ടമില്ല, ബോട്ട് കയറ്റിയിട്ടിരിക്കുന്നത്.
പണ്ടത്തെ ചെറുപ്പകാലങ്ങൾ ഓർമ്മ വരും. ചെറുതിലൊക്കെ ഞങ്ങൾ ഊഞ്ഞാൽ കെട്ടി ആടുമായിരുന്നു. ഇതുപോലെ സാരി കൊണ്ടും ഒക്കെ കെട്ടി ഞങ്ങൾ ഊഞ്ഞാലാടുന്ന ഒരു കാലം ഓർമ്മ വരുന്നു. ഇതൊക്കെ ഓരോ കെട്ടിടങ്ങൾ എടുത്തിട്ടിരിക്കുകയാണ്. ഓരോ കെട്ടിടം ഇങ്ങനെ എടുത്തിട്ടിരിക്കുകയാണ്. ഇതിനകത്തൊക്കെ കടയെടുക്കാനാണ് ഇത്. കെട്ടിടം ആയിട്ടില്ല ശരിക്കും. ഇതിനകത്ത് ഒക്കെ എടുത്തിട്ടിരിക്കുന്നതാണ്. നമുക്കതിലേ കാണുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ വവ്വാലുണ്ട്. എല്ലാ മരത്തിലും ഇഷ്ടം പോലെ വവ്വാലാണ്. കണ്ടോ? നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങൾക്ക് തന്നെ കാണാൻ ഇഷ്ടംപോലെ വവ്വാലാണ്. ഞങ്ങളധികം പറയാറ് ഇത് വവ്വാൽ പാർക്ക് എന്നാണ്. പക്ഷി പാർക്കാണ് ശരിക്ക്. പക്ഷെ ഞങ്ങൾ പറയും ഇത് വവ്വാൽ പാർക്ക് എന്നാണ്. കാരണം എല്ലാ മരത്തിലും വവ്വാലുകളാണ്. ഇവിടെയൊക്കെ മരം ഉണ്ടായിരുന്നു. ആ മരം മൊത്തം വവ്വാലാണ്. അത് കാരണം എല്ലാം മുറിച്ച് കുറേ മാറ്റി. കാരണം ആൾക്കാർക്ക് വരുമ്പോൾ നടക്കാനൊന്നും പറ്റില്ല. അത് കണ്ടോ? നിറച്ച് വവ്വാലിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. അതിനകത്ത് ആ ബാബു ഇല്ലിക്കകത്ത് തികച്ചും വവ്വാലുകളാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ വൈകുന്നേരം വന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കാമെന്നുള്ളൊരു ഇതാണ്. വൈകുന്നേരം വന്നിട്ട് ഇവിടെ വൈകിട്ടാണ് ഇതിൻ്റെ ഭംഗി ഇവിടെ കാണാം. ഇപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് വെള്ളമിങ്ങനെ ഇത് വെള്ളമിങ്ങനെ മുകളിൽ ഇങ്ങനെ വീണ് വരുന്നതാണ്. ആനയുടെ കാലിൻ്റെ ഒരു ആകൃതിയിലാണ് ഇത് കൊത്തി വെച്ചിട്ടുള്ളത്. രാത്രിയാണ് വെറുതെ ഒന്നുമില്ലല്ലേ. ഭയങ്കര ക്ഷീണമായിപ്പോയി. അതുകൊണ്ടൊരു മാംഗോ ഐസ്ക്രീം ഉണ്ട്, അതൊന്ന് കഴിക്കട്ടെ. പിന്നെ ഒരു ഗ്ലാസ് ലൈം. ഓക്കെ 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 ഓക്കെ. അങ്ങനെ ലൈം കിട്ടി. ഉപ്പും പഞ്ചസാരയാണ് ഉള്ള. ഓക്കെ, ഞങ്ങൾ ഇതിനകത്തുനിന്ന് പുറത്തേക്ക് പോവുകയാണ്.
മാനന്തവാടിയിലുള്ള ടൗൺ ഏരിയ അല്ലേ? ഞാൻ പോയിരുന്നില്ല. ഞാൻ പഠിച്ച സ്കൂളാണ്. ഞാൻ 9, 10 ഇവിടെയാണ് പഠിച്ചത്. ഈ പാർക്കിനോടടുത്ത് തന്നെയാണ് ഈ സ്കൂളും. ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഞാനൊന്നുമുള്ള സമയത്ത് ഇവിടെ ഇങ്ങനെ ക്യാൻറ്റീനൊന്നുമില്ല. കാരണം ഇവിടെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതിന് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങൾക്ക് കാണിക്കാൻ വന്നത്. ഞാൻ 9, 10 ഇവിടെയാണ് പഠിച്ചത്. ഇവിടെ നമ്മുടെ കലോത്സവത്തിൻ്റെ പ്രാക്ടീസൊക്കെ നടക്കുന്നതാണ് ഇപ്പോൾ. ഇന്ന് ക്ലാസ്സില്ല. കലോത്സവ പരിപാടികളുടെ പ്രാക്ടീസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പഠിച്ച സ്കൂളിനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ബസ്സിലാണുള്ളത്. ടിക്കറ്റ് എടുത്തു. ബസ്സിൽ മാനന്തവാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഇത്രയേ ഉള്ളൂ.